ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ഡിഫിക്കോളജിക്കൽ ഫിലോസഫി എന്നുള്ള പരമ്പരയിൽ 9-ാമത്തെ അധ്യായം ആഴപ്രകൃതി ശാസ്ത്രം എന്നുള്ളതിൽ നമ്മൾ ഡിഫിക്കോളജിയുടെ വിവിധ പ്രത്യേകതകളെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെട്ടു പോയി. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ സംസാരിച്ചു വരികയായിരുന്നു. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏകാവസ്ഥയെ കുറിച്ചാണ്, സിംഗുലാരിറ്റിയെ കുറിച്ചാണ്. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഇതാണ്: സിംഗുലാരിറ്റി ഇസ് ദ സെൽഫ് ഓർഗനൈസ്ഡ് നെസ്റ്റഡ് ഹോൾ വേർ ഓൾ സിസ്റ്റംസ് ആർ ഇന്റർകണക്റ്റഡ്. പ്രകൃതിയിലെ സ്വയം ക്രമീകൃത ഏകാവസ്ഥ. സിംഗുലാരിറ്റി എന്നത് കോസ്മോസ് അഥവാ മുഴുവൻ ബ്രഹ്മാണ്ഡവും ഒറ്റ ശരീരമാണെന്ന് പറയുന്നതാണ്. അത് ഒരു ഏകീകൃതമായ സങ്കേതമാണ്. അതിനുള്ളിൽ അനവധി കൂടുകളുണ്ട്. ഗാലക്സികൾ അവയിലെ കൂടുകളാണ്. ഗാലക്സികളുടെ അകത്ത് സൂര്യകുടുംബങ്ങൾ, സൂര്യകുടുംബങ്ങളുടെ അകത്ത് ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളുടെ അകത്ത് ജീവികൾ, മനുഷ്യവർഗത്തിനകത്ത് മനുഷ്യരുടെ അകത്ത് അവയവങ്ങൾ. ഇങ്ങനെ സ്വയം ക്രമീകരിക്കപ്പെട്ട ഒരു നെസ്റ്റഡ് ഹൈറാർക്കി രൂപത്തിലാണ് സൃഷ്ടി. ഇതിൽ മനുഷ്യർ മാത്രം യന്ത്രങ്ങൾ നിർമ്മിക്കുന്നു. പക്ഷെ മനുഷ്യന്റെ പുറത്തുള്ള മറ്റെല്ലാ പ്രകൃതിയും ജീവിയും ഗ്രഹങ്ങളും പുറത്തു നിന്നുള്ള സഹായം ആവശ്യമില്ലാതെ സ്വയം രൂപകൽപ്പന ചെയ്യപ്പെട്ടവയാണ്. കാരണം അവ ഒറ്റ ശരീരമാണ്. ഓരോ ഘടകവും വലിയൊരു ഘടനയുടെ ഭാഗമാണ്, ഒറ്റപ്പെട്ട ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെയോ സസ്യത്തെയോ ചെറുപരിസ്ഥിതിയോ മനസ്സിലാക്കുമ്പോൾ അത് വലിയ കോസ്മോസിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അതാണ് സിംഗുലാരിറ്റി അഥവാ സ്വയം ക്രമീകൃത ഏകാവസ്ഥ. അപ്പോൾ നമ്മൾ സാധ്യമായ രീതിയിലെല്ലാം ഈ കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ്. അതില് ഏക ശരീരമാണ് എന്ന് പറയുന്നൊരവസ്ഥ. ഈ വ്യക്തിപരതയുടെ ലോകത്ത്, എല്ലാവരുമായിട്ടും മത്സരിക്കുന്ന ലോകത്ത്, കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ശത്രുക്കളാണെന്ന് കരുതുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സിംഗുലാരിറ്റിയെ കുറിച്ച് പറയുന്നത് എന്നുള്ളൊരു വിരോധാഭാസം ഇവിടെയുണ്ട്. മനുഷ്യകുലത്തിന് മാത്രമാണ് ഈ സിംഗുലാരിറ്റി ബോധ്യമാകാത്തത്. സിംഗുലാരിറ്റി എന്നാൽ അവന് യുക്തിയുടെ ഒരു വഴിയിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയാ നിഗൂഢ ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴേ സിംഗുലാരിറ്റി എന്നുള്ള ആശയം തന്നെ വരുന്നത്. സാധാരണ രീതിയിൽ അവൻ എപ്പോഴും കോമ്പീറ്റ് ചെയ്ത് അവനവൻ ഇസത്തിനകത്ത് ഒതുങ്ങി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇത് നിരീക്ഷിക്കുമ്പോൾ അല്പം കൗതുകം തോന്നിയേക്കാം. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ ശരീരമാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സങ്കേതമുണ്ടല്ലോ, ഒരു ഏകീകൃത സങ്കേതമാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. സങ്കേതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായി ഘടനാപരമായി ഇതെങ്ങനെ ഏകീകരിച്ചിരിക്കുന്നു എന്നുള്ളത്, അതാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ ആയിട്ട് പറയുന്ന സമയത്ത് ഇപ്പൊ പ്രപഞ്ചം എന്നുള്ളത് കോസ്മോസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ സിംഗിൾ എൻറ്റിറ്റി ആണെങ്കിൽ അതിനകത്ത് ഗാലക്സികൾ എന്ന് പറയുന്ന ഒരുപാട് കൂടുകളുണ്ട്. ഈ കൂടുകൾക്കകത്ത് സൂര്യകുടുംബങ്ങളുണ്ട്, സൂര്യകുടുംബങ്ങളിനകത്ത് ഗ്രഹങ്ങളുണ്ട്, ഗ്രഹങ്ങളുടെ അകത്ത് ജീവികളുണ്ട്. ഇങ്ങനെ നമുക്കറിയാം, ആ നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ളത് നമ്മളിങ്ങനെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നത് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ ബോധ്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ടാലേ, എന്നാലും നീയും ഞാനും വേറെയാണല്ലോ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നത് ഞാൻ പലവരും കണ്ടിട്ടുണ്ട്. ഇവിടെ പരിശീലനത്തിന് വന്നിട്ടുള്ള പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം തിയറി പറയുമ്പോഴൊക്കെ അവർക്ക് നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോഴെല്ലാം ബോധ്യമാണ്. അപ്പോ ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ തലകുത്തി മറിയുന്നത്? ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കില്ലേ? ഉപരിവ്യവസ്ഥയുടെ തീരുമാനത്തിനനുസരിച്ച് നടക്കില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ വ്യാകുലപ്പെടുന്നു ചോദിച്ചു. പക്ഷെ അത് ഞാനല്ലേ നോക്കേണ്ടത് എന്ന് പറയുന്ന ഒരു അളവിലേക്ക് ഇത് മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ സിംഗുലാരിറ്റി എന്നുള്ളത്. കാരണം ഞാനും എന്റെ അയൽക്കാരനും തമ്മിൽ ശത്രുതയിലായിരിക്കുമ്പോൾ നമ്മൾ ഒന്നാണെന്ന് പറയുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ശരിയാവുക? മനുഷ്യന്റെ ബുദ്ധിക്ക് അത് നിരക്കുന്നതായിരിക്കില്ല. ഈ മനുഷ്യൻ മാത്രമാണ് ഈ നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വെളിയിൽ നിന്നിട്ട്, ആ കൂടിന്റെ വെളിയിൽ നിന്നിട്ട് ഇതൊക്കെ ശരിയാക്കേണ്ടത് ഞാനാണ് എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ മനുഷ്യനാണ് യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നവൻ. എന്നുവെച്ചാൽ ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ പുതിയൊരു സങ്കേതം ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കും. ആ ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടുന്ന ഒരു തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കിയ തന്ത്രത്തെ ഒരു സമുച്ചയത്തിലേക്ക്, ഒരു വ്യവസ്ഥയിലേക്ക് ക്രമീകരിച്ച് അതിനെ യന്ത്രമാക്കി മാറ്റി യന്ത്രത്തെ അവതരിപ്പിക്കുന്നത് മനുഷ്യനാണ്. അതായത് ആ പ്രവൃത്തി ചെയ്യാൻ തൻ്റെതായ ഒരു വഴി സങ്കേതം കണ്ടെത്താനുള്ള ത്വര, ധിഷണ, ആക്കം
അത് മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ആ ധാർഷ്ട്യം തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. ഞാനാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള എന്ന തോന്നലിന് കാരണമാകുന്നത്. ഈ തോന്നൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഏകീകൃതാവസ്ഥ ഒരു ബോധ്യമാവില്ല. ഒറ്റ ശരീരമാണ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണെന്ന് ഒരു ബോധ്യമല്ല. കാരണം അവന് സങ്കേതങ്ങൾ ഉണ്ടായേ പറ്റൂ, സാങ്കേതികമായി സമീപിച്ചേ പറ്റൂ. അപ്പൊ ഇത് ഭൗതികതയുടെ സാങ്കേതിക വീക്ഷണത്തിന്റെ റിഡക്ഷനിസ്റ്റ് വീക്ഷണത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയാണ്, അതിന്റെ പരിമിതിയാണ്. മനുഷ്യൻ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ധിഷണ ഉപയോഗിച്ച്, അവന്റെ ധാർഷ്ട്യം ഉപയോഗിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ അവന് നിൽക്കുന്നു. അവനൊഴികെ ബാക്കി പ്രകൃതിയിലെ എല്ലാ ജീവികളും ജീവജാലങ്ങളും സ്വയമേവ പ്രവർത്തിക്കുന്നു, സ്വയം രൂപകൽപ്പന ചെയ്ത് പ്രവർത്തിക്കുന്നു, മറ്റുള്ളവയെ സ്വാധീനിക്കുന്നു. അപ്പൊ ഇവയെല്ലാം തമ്മിൽ അതായത് ഈ കൂടുകൾ എന്ന് പറയുന്നവയെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെ പോലും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മളിത് പറയുന്ന ഒറ്റ ശരീരമാണ്. ഈ ഒറ്റ ശരീരം പ്രവർത്തിക്കുമ്പോൾ, വലിയ ശരീരം പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ശരീരത്തിന്റെ ഘടകങ്ങളും ചേർന്ന് പ്രവർത്തിച്ചേ മതിയാകും. അപ്പോ വലിയ ഘടനയുടെ ഭാഗമായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടതൊന്നല്ല, അത് അതിനോട് ചേർന്നേ പ്രവർത്തിക്കൂ. അല്ലെങ്കിൽ വലിയ ശരീരത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തങ്ങളുടെയും കൂടെ പ്രവർത്തനം ചേർന്നതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് സിംഗുലാരിറ്റി നിലനിൽക്കുന്നത്. അപ്പോ ഒരു മനുഷ്യനെയോ സസ്യത്തെയോ ചെറുപരിസ്ഥിതിയെ മനസ്സിലാക്കുമ്പോൾ അത് ഒരു വലിയ കോസ്മോസിന്റെ ഭാഗമാണ്, അതിന്റെ അകത്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്തുണ്ടാക്കി നമ്മൾ കഥയുണ്ടാക്കിയതല്ല. ഇത് അതിന്റെ ഒരു സ്വയം ക്രമീകൃത അവസ്ഥയാണ്, സെൽഫ് ഓർഗനൈസ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ് ഇക്കോളജി ഇവിടെ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്നാണ് എന്നുള്ളതാണ്. പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും വ്യത്യസ്തമാണ്, എല്ലാം തമ്മിൽ വ്യതിരിക്തമാണ് എന്ന് കാണുന്ന ആ ഉപരിപ്ലവ പരിസ്ഥിതി ശാസ്ത്രത്തിനും വിരുദ്ധമായിട്ട് വൈവിധ്യങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഏകാവസ്ഥയാണ്, സ്വയം ക്രമീകൃതമായിട്ടുള്ള ഏകാവസ്ഥയാണ് പ്രകൃതി എന്നതാണ്, പ്രപഞ്ചം എന്നതാണ് ഡീപ് ഇക്കോളജിയുടെ നിഗമനം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഈ സ്വയം ക്രമീകരണം എങ്ങനെ സംഭവിക്കുന്നു, പരസ്പര സ്വാധീനം എങ്ങനെ സംഭവിക്കുന്നു, നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ മറ്റെല്ലാം എങ്ങനെയാണ് പിന്താങ്ങുന്നത്, എങ്ങനെയെല്ലാം പരസ്പര ബന്ധിതമാണ് എന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. അപ്പോൾ അതിലേക്കുള്ളൊരു ശ്രദ്ധയുടെ ക്ഷണമാണ് സിംഗുലാരിറ്റി എന്നുള്ള ഈ ഒരു വിഷയം. അത് ബോധ്യമാകാൻ നിങ്ങൾക്ക് വ്യക്തമായി കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.